നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ സ്റ്റുഡൻസിനുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് അതോറിറ്റീസ് കൊടുക്കുന്നുണ്ട്. അബുദാബിയിൽ, ദുബായിൽ, അജ്മാനിൽ, റാസൽ ഖൈമയിൽ 4 എമിറേറ്റുകളിൽ നിങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാവുന്ന ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗജന്യ നിരക്കിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അബുദാബിയുടെ ഈ ഒരു വിങ് ആണത് നടത്തുന്നത്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ബോണഫൈഡ് സ്റ്റുഡൻ്റ് ആണ് എന്നുള്ള അപ്രൂവൽ നമുക്ക് വേണം, അല്ലെങ്കിൽ അതിനൊരു പ്രൂഫ് വേണം. 500 ദിർഹംസ് ആണ് ഇതിൻ്റെ ചാർജ്. 1 ഇയർ വാലിഡിറ്റി ആണ്. അബുദാബിയിൽ ഇൻസൈഡ് എവിടെയും പോകാം, അലൈനിൽ എവിടെയും പോകാം, ദഫറിൽ എവിടെയും പോകാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്ടിവിറ്റിയിൽ ഇത് ബാധകമല്ല എന്ന് പറയുന്നത്. ഇത് സീനിയേഴ്സിനും അതേപോലെ സ്പെഷ്യൽ നീഡായിട്ടുള്ള ആൾക്കാർക്കും ലഭിക്കുന്നതാണ്. ഇതിനാവശ്യമായ ഹാഫിലാത്ത് പേഴ്സണലൈസ്ഡ് കാർഡ് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡിയുമായിട്ട് ഓട്ടോമാറ്റിക്കലി ലിങ്ക് ആവുകയും അങ്ങനെ നിങ്ങൾക്ക് ഈ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ദുബായിലാണെങ്കിൽ 50% ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട്. സ്കൂളിൽ നിന്നുള്ള ഒരു ബോണഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു അപ്രൂവൽ നമുക്ക് വേണം. 6 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിനാണ് ദുബായിൽ ഇത് ലഭിക്കുക. ദുബായിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. അജ്മാനിലാണെങ്കിൽ 30% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ta.gov.ae എന്നുള്ള ആ വെബ്സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ അബ്ദുള്ള ബിൻ റാഷിദ് നുഐമി സ്ട്രീറ്റിലുള്ള അൽ മുസല്ല ബസ് സ്റ്റേഷനിലോ ഇത് ലഭ്യമാണ്. റാസൽ ഖൈമയിലും 50% സ്റ്റുഡൻസിനുള്ള ഡിസ്കൗണ്ട് കാർഡ് കിട്ടുക. ഇതും റാസൽ ഖൈമയിൽ എവിടെയും പോകാനുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അബുദാബിയിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ദുബായിലാണെങ്കിൽ 50%, റാസൽ ഖൈമയിൽ 50%, അജ്മാനിലാണെങ്കിൽ അത് 30%. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള ഒരു അനുമതിയാണ് ലഭിക്കാൻ പോകുന്നത്. സോ എൻജോയ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദുബായ്, Abu Dhabi, Ajman and Ras Al Khaimah. Munir Al Wafa with love.